അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബഹുമാനമുള്ള ഉസ്താദുമാരെ, സ്നേഹനിധികളായ രക്ഷിതാക്കളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ, അറിവും ആനന്ദവും പെയ്തിറങ്ങുന്ന ഈ വേളയിൽ ഒരു കൊച്ചു കഥ പറഞ്ഞു തരാനാണ് ഞാൻ വന്നത്. പ്രവാചക ചരിത്രത്തിലെ പ്രസിദ്ധമായ ഹിജ്റയ്ക്ക് മുമ്പുണ്ടായ സംഭവബഹുലമായ ചെറിയൊരു ഏട്. കഥയുടെ പേര് പ്രവാചകർ പ്രശ്നപരിഹാരങ്ങളുടെ കോടതി. പണ്ട് പണ്ട് അറബികൾക്കിടയിൽ താൻ താരുമയും തറവാട് മഹിമയും ഗോത്രവർഗ പൊങ്ങച്ചവും ഉടലെടുത്തിരുന്ന കാലം. ഞങ്ങളാണ് ഉന്നതരേക്കാൾ മഹത്വമുള്ള ഗോത്രക്കാരെന്നും ഓരോരുത്തരും മേനി നടക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും സംഘർഷങ്ങൾ വരെ പതിവാക്കുകയും ചെയ്തിരുന്ന അറബികൾക്കിടയിൽ അന്നൊരു ദിവസം വലിയൊരു തർക്കം ഉടലെടുത്തു. മക്കയിൽ ഉണ്ടായ വലിയൊരു വെള്ളപ്പൊക്കത്തിൽ കഅബാലയത്തിന് കേടുപാടുകൾ സംഭവിച്ചു. അങ്ങനെ മക്കക്കാർ കഅബ പുതുക്കി പണിയാൻ തീരുമാനിച്ചു. അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ അവർ പങ്കാളികളായി. ചിലർ കല്ല് ചുമക്കുന്നു, ചിലർ മണ്ണ് കൊണ്ടുവരുന്നു, ചിലർ ജോലിയിൽ ഏർപ്പെട്ടവർക്ക് ഭക്ഷണം പാകം ചെയ്യുന്നു, പടവറിയുന്നവർ കഅബ ഭംഗിയായി പടുത്തുയർത്തുന്നു. അങ്ങനെ കഅബയുടെ പുനർനിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് നമ്മുടെ കഥയുടെ ക്ലൈമാക്സ് വരുന്നത്. നമ്മുടെ കഅബയിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന സ്വർണ്ണഗീയ കല്ല് ഹജറുൽ അസ്വദ് ആര് വയ്ക്കും? അവർക്കിടയിൽ തർക്കമുണ്ടായി. ഓരോ ഗോത്രക്കാരും പറഞ്ഞു, ഞങ്ങൾ വയ്ക്കാം, ഞങ്ങളാണ് അതിനർഹർ. ആരും വിട്ടുകൊടുത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന മുതിർന്ന ഒരാൾ ഒരഭിപ്രായം പറഞ്ഞു. ഇനി കഅബയിൽ ആദ്യം വരുന്ന ഒരാളുടെ അഭിപ്രായം നമുക്ക് കേൾക്കാം. അങ്ങനെ എല്ലാവരും കഅബയുടെ വഴിയോരത്ത് നോക്കിയിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ദേ ഒരു ചെറുപ്പക്കാരൻ വരുന്നു. ആരാണത്? എല്ലാവരും ചോദിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, നമ്മുടെ അല്ലമീനാണല്ലേ, എല്ലാവർക്കും കാരുണ്യമായവൻ. ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളെൻ്റെ വിരിപ്പെടുത്തോണ്ട് വരിക, ഹജറുൽ അസ്വദ് അതിൻ്റെ നടുക്ക് വയ്ക്കുക. ഓരോ ഗോത്രക്കാരുടെയും തലവന്മാർ അതിൻ്റെ അറ്റം പിടിച്ച് അതിൻ്റെ യഥാസ്ഥാനത്ത് വയ്ക്കുക. അങ്ങനെ ഓരോ ഗോത്രക്കാരുടെയും തലവന്മാർ അതിൻ്റെ വിരിപ്പ് പിടിച്ച് അതിൻ്റെ യഥാസ്ഥാനത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങൾ കൊണ്ട് വയ്ക്കുകയും എല്ലാവർക്കും സന്തോഷമാവുകയും ചെയ്തു. കൂട്ടുകാരെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എല്ലാ പ്രശ്നങ്ങളുടെയും കോടതി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു കഥ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.